ഡിസംബർ 4 ആഗമനകാലം. ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ചിന്തിക്കാനായിട്ട് സഭ തന്നിരിക്കുന്ന സുവിശേഷ ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. 26 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ വായിച്ചു എത്തുന്ന ഭാഗത്ത് ഇങ്ങനെ കാണുന്നുണ്ട്: എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്. കൂടെ എന്ന് പറയുന്നൊരു വാക്ക് അത് വളരെ അർത്ഥവത്വമാണ്. കാരണം നമ്മുടെ ഒപ്പം കൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഒരാൾ കൂടെയുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ ആ പദം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷത്തിൽ നിന്ന് തന്നെ ഒരു കഥാപാത്രം വേറെ ആരുമല്ല, പത്രോസ്. ശിമിയോനിൽ നിന്നും പത്രോസിലേക്കുള്ള ദൂരം നമുക്കറിയാം. ആ മനുഷ്യൻ്റെ ജീവിതം ഒന്ന് ധ്യാനിക്കുമ്പോൾ സഭയുടെ ആദ്യത്തെ പാപ്പയാണ്. ഈശോയുടെ മരണത്തിന് ശേഷം ശിഷ്യഗണത്തോട് പറഞ്ഞിറങ്ങി പോവുകയാണ്: ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്, എന്ത് മൂല്യമാണുള്ളത്. ഒരു സമയത്ത് ഈശോ വിളിച്ചപ്പോൾ സ്വന്തമായിരുന്ന വഞ്ചിയും വലയൊക്കെ തീരത്തുപേക്ഷിച്ചിട്ട് ക്രിസ്തുവിൻ്റെ കൂടെ പോയവരാ. പക്ഷേ ഈശോയുടെ മരണത്തിന് ശേഷം ഈശോയുടെ പഠനങ്ങളെല്ലാം മറന്നുപോയിട്ട് വീണ്ടും ഈ വഞ്ചിയും വലയും എടുത്ത് വീണ്ടും കടലിലേക്ക് പോകുന്നുണ്ട്. ഒരു മുക്കുവൻ ഒരിക്കലും അവൻ്റെ കുലത്തൊഴിൽ മറക്കാൻ പറ്റത്തില്ല. അതൊരിക്കലും അവൻ മറന്നു പോകത്തുമില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഒരു ചെറുമീൻ പോലും കിട്ടാതെ വീണ്ടും കരയിലേക്ക് കയറി വരുന്ന പത്രോസിനെയും കൂട്ടരെയാണ് നമ്മൾ കാണുന്നത്. ശൂന്യമായ വഞ്ചിയും വലയും അവിടെ നിൽക്കട്ടെ, അതിനപ്പുറത്തേക്ക് നിരാശയുടെ വലിയൊരു നിഴൽ പത്രോസിൻ്റെ ശിഷ്യന്മാരുടെ മുഖത്തുണ്ടായിരുന്നു. വേദന നിറഞ്ഞ മനസ്സും ഉണ്ടായിരുന്നു. കരയ്ക്കെത്തുമ്പോഴാണ് അവർ കാണുന്നത് ക്രിസ്തുവിനെ. ക്രിസ്തു ചോദിക്കുന്നുണ്ട്: മക്കളെ, നിങ്ങളുടെ കയ്യിൽ വല്ലതുണ്ടോ? ഒന്നുമില്ല എന്ന് വളരെ ധൈര്യമായിട്ട് പറയുമ്പോൾ യേശു പറയുകയാണ്: വലതുവശത്തേക്ക് വലയെറിയുക. കൂടെ ഒരാൾ ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വേദനകളിൽ, ദുഃഖങ്ങളിൽ, ഒറ്റപ്പെടലുകളിലൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഒരു വാക്കുണ്ട്: ഞാൻ കൂടെയുണ്ട്, നീ ഒറ്റയ്ക്കല്ല, നീ എന്തിനാ ഭയപ്പെടുന്നേ? ഈ സ്നേഹത്തിൻ്റെ ഈ വാക്കുമതി നമ്മുടെയൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഉള്ള ഊർജത്തിനെ. ഇത്രയും പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ക്രിസ്മസിൻ്റെ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ ഒരുങ്ങുമ്പോൾ ഇമ്മാനുവൽ എന്നൊരു വാക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. തൻ്റെ ജീവിതകാലം മുഴുവൻ ഇന്നും എപ്പോഴും നമ്മളെ ഒറ്റയ്ക്ക് വിടാതെ, തനിച്ചു വിടാതെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ആ നല്ല ഇടയൻ്റെ മനോഹരമായ വാക്ക്: ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഇമ്മാനുവൽ. ഒന്ന് ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ മുഴങ്ങി കേൾക്കുന്ന ഈ ഒരു പദത്തിൻ്റെ പുറകിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കുന്നത്, ചെറുതായിട്ടൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. നിറവേറുമായി മറിയം സത്രത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടുമ്പോൾ വാതിൽ തുറന്നു നോക്കി സത്രസൂക്ഷിപ്പുകാരൻ പറയുന്നുണ്ട്: ഇവിടെ ഇടമില്ല. വേദനയോടുകൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എന്നിട്ട് വാതിലുകളില്ലാത്ത, ജനാലകളില്ലാത്ത തുറസ്സമായ ഒരു ഗുഹയ്ക്കകത്ത് ആ കുഞ്ഞിന്, ആ മറിയം ജന്മം കൊടുക്കുകയാണ്. ആ നിശബ്ദമായി കഴിയുന്ന മിണ്ടാപ്രാണികളുടെ ഒപ്പം അവൻ ആയിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ഹൃദയമാകുന്ന സത്രത്തിൻ്റെ മുന്നിൽ വന്ന് മുട്ടുന്നവൻ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ തയ്യാറാകുമ്പോൾ മാത്രമേ യേശു നമ്മുടെ കൂടെ ഉണ്ടാകത്തുള്ളൂ. കൂടെ ആയിരിക്കുക, കൂടെ ഉണ്ടാകുക. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മുടെ ഒപ്പം ഉള്ളവർ പറയാറുണ്ട്: കൂടെ ഉണ്ടാകണം കേട്ടോ. അത് വെറുതെ പറഞ്ഞ് കടന്നു പോകുന്ന ഒരു വാക്കല്ല.
കാരണം അവർക്ക് കൊടുക്കുന്ന ആത്മധൈര്യമാണ് ആ വാക്ക്. ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്. ഈ അയച്ചവൻ്റെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അയച്ചവൻ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും അവനിൽ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു വിശ്വസിക്കാനുള്ള കാരണം തന്നെ അവൻ തനിച്ചല്ല, അവൻ്റെ കൂടെ അവൻ്റെ പിതാവുണ്ട്. നമ്മളും ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഐ എം വിത്ത് യു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ആ വാക്ക് അവരിൽ മറ്റുള്ളവർക്ക് അത് ധൈര്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ഈശോയും ഉണ്ടാകണം. അതാണ് പറയുക, ഇമ്മാനുവേൽ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ കൂടെ ആയിരിക്കുക, കൂടെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് നാളിൽ വളരെ അർത്ഥവത്തമായ ഭാഗം. നമ്മൾ ക്രിസ്മസിൻ്റെ നാളിലേക്ക് കടന്നു ചെല്ലുന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നോമ്പിടത്ത്, അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ ആശംസകൾ അറിയിക്കാൻ പോകുമ്പോൾ വെറുതെ ഒരു ക്രിസ്മസ് കാർഡ് അയക്കലല്ല അത്. അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ നോമ്പിടത്ത് കടന്നു പോകുന്ന വെറുതെ ഒരു ക്രിസ്മസ് നോമ്പ് കടന്നു പോകുന്നതല്ല. അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളായിട്ട് വെറുതെ കടന്നു പോവുകയല്ല അത്. മറിച്ച് ഞാൻ കണ്ടുമുട്ടുന്നവരില്ലേ, ഞാൻ അയക്കുന്ന ക്രിസ്മസ് കാർഡുകളിൽ, എൻ്റെ നോമ്പുകളിൽ, എൻ്റെ ആഘോഷങ്ങളിലെല്ലാം ഞാൻ മറ്റുള്ളവരോടൊപ്പം ആയിരിക്കാൻ വിളിക്കപ്പെട്ടവനാണ്, കൂടെ ആയിരിക്കാൻ. നമുക്ക് ഒരാളുടെ കൂടെയാണോ രണ്ടാളുടെ കൂടെയൊന്നുമല്ല കണക്ക് പറയുകയല്ല. ഞാൻ ആരുടെ കൂടെയാണോ ആയിരിക്കുന്നത് ആ ആൾക്ക് ഈശോയെ പകർന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ക്രിസ്മസ് വളരെ മനോഹരമായി തീരുകയാണ്. തീർച്ചയായിട്ടും ഈ സുവിശേഷത്തിൻ്റെ മധ്യഭാഗങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ പറയുന്നത് ഞാൻ തന്നെ ഐ ആം. വളരെ അർത്ഥവത്തമായ രീതിയിലാണ് അത് കൊണ്ടുപോയിരിക്കുന്നത്, ഐ ആം. അതിൻ്റെ ഒരു ഉള്ളിലേക്കൊന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ യഹൂദനും ക്രിസ്തുവും തമ്മിലുള്ള സംഭാഷണത്തിൽ അത് വളരെ വ്യക്തമായിരിക്കാം. നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ടായിരിക്കാം. കാരണം അവൻ്റെ ടീച്ചിങ്സ് എല്ലാം കേട്ട് കഴിയുമ്പോൾ യഹൂദന്മാർ ചോദിച്ചു പോയിട്ടുണ്ടാകാം. ഈ ഒരു ചോദ്യം പുറകോട്ട് തിരിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ പത്രോസിനോടും ശിഷ്യനോടും ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പിൻ ഡ്രോപ്പ് സൈലൻസ് എന്നാണ് തിയോളജി പണ്ഡിതന്മാർ പറയുക. കാരണം അത്ര എളുപ്പമല്ല ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട്. ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവർ പലരും എന്നെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്? പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. കാരണം എളുപ്പമല്ല അതിൻ്റെ ഒരു ഉത്തരം കൊടുക്കാനായിട്ട്. അതിന് ഉത്തരം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടു ബി വിത്ത് ഹിം, അവനോട് കൂടെ, ടു ബി വിത്ത് ഹെർ, അവളോട് കൂടെ നമ്മളുണ്ടായിരിക്കണം. കാരണം ഒരാളെ അറിയാതെ ആളെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് എളുപ്പമല്ല. ക്രിസ്മസ് അതാണ്. ക്രിസ്തുവിൻ്റെ ബലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ ബലി എന്ന് പറയുന്നത് എന്താ? ക്രിസ്തു നമുക്ക് വേണ്ടി ബലിയായി തീരാൻ കാരണം എന്താ? ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി സ്വർഗീയ പിതാവ് തൻ്റെ പുത്രനെ അയച്ചതാണ്. ആ പുത്രൻ നമുക്ക് വേണ്ടി ബലിയായി തീരണമെങ്കിൽ അവൻ അത്രമാത്രം നമ്മളെ സ്നേഹിച്ചതാണ്. എങ്കിൽ ഈ ക്രിസ്തുമസ് നമ്മോടൊപ്പം ആയിരിക്കുന്നവൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, മാനകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ബലിയായി തീർന്നവനാണ്. അപ്പോൾ ഹൂ ആർ യു എന്ന് ചോദിക്കുന്ന മുമ്പ്, അല്ലെങ്കിൽ നീ ആരാണെന്ന് ചോദിക്കുന്ന മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക, എൻ്റെ കൂടെ ആയിരിക്കുന്നവൻ. എമ്മാവസിലേക്ക് പോയ ശിഷ്യഗണം വഴിയിൽ വെച്ച് അവനെ കണ്ടുമുട്ടുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം കൂടെ നടന്നവരാണ്. ഈ കൂടെ നടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവൻ്റെ ടീച്ചിങ്സ് കുറെ കേട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനോടൊപ്പം അലിഞ്ഞു ചേരുന്നവർക്ക് മാത്രമേ അവനൊരു അപരിചിതനല്ലാതെ സ്വന്തം സുഹൃത്തായിട്ട്, സ്വന്തം കൂടപ്പുറപ്പായിട്ട് മാറത്തുള്ളൂ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ക്രിസ്മസിൻ്റെ ഈ ഒരു നല്ല നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ അയച്ചവൻ്റെ കൂടെയുണ്ട് എന്ന് ക്രിസ്തു അവിടെ കൂടിയിരിക്കുന്നവരോട് പറയുന്നത് പോലെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കണ്ടുമുട്ടുന്നവരിലൂടെ പറയണം, എൻ്റെ കൂടെ എൻ്റെ ക്രിസ്തുവുണ്ട്, എൻ്റെ കൂടെ എൻ്റെ ക്രിസ്തുവുണ്ട്. ഈ ക്രിസ്മസ് എൻ്റെ ഹൃദയത്തെ ഞാൻ ഒരുക്കുകയാണ്. എൻ്റെ കൂടെയായിരിക്കുന്ന, എന്നോടൊപ്പമായിരിക്കാൻ ക്രിസ്തുവിന് വേണ്ടി ഒരിടം. അത് സത്രമല്ല ക്രിസ്തു ഉദ്ദേശിക്കുന്നത്, മറിച്ച് സ്നേഹത്തിൻ്റെ ഒരു പുൽത്തൊട്ടി. ഏവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ.